ദമാം ഇസ്ലാമിക് കൾച്ചറൽ സെന്റർ മലയാള വിഭാഗം. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് വഅൻഇം അലാ അബ്ദിക വനബിയിക വറസൂലിക മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ സുമ്മ അമ്മാ ബഅദ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ യാ നിസാഅൻ നബിയ്യി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാഇ ഇൻ ഇത്തഖൈതുൻ ഫലാ തഖ്ദഅന ബിൽ ഖൗൽ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ വഖുൽന ഖൗലൻ മഅറൂഫ. ഇതാണ് വിശദീകരിച്ചു വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരോട് പറഞ്ഞു, ഫലാ തഖ്ദഅന ബിൽ ഖൗൽ, നിങ്ങൾ സംസാരത്തിൽ ചുണുങ്ങിയുള്ള സംസാരം അല്ലെങ്കിൽ അനുനയത്തിലുള്ള സംസാരം നടത്തരുത്. അങ്ങനെ സംസാരിച്ചാൽ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ, ഖൽബിൽ മറദുള്ളവൻ, രോഗമുള്ളവൻ, അവന് എന്ത് ചെയ്യും? മോഹം മതിക്കും, ആഗ്രഹം ജനിക്കും, തെറ്റിനുള്ള ആഗ്രഹം ജനിക്കും. വഖുൽന ഖൗലൻ മഅറൂഫ, നിങ്ങൾ മഅറൂഫായ സംസാരം നിർവഹിക്കുക, സംസാരിക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫലാ തഖ്ദഅന ബിൽ ഖൗൽ, നിങ്ങൾ അനുനയത്തിൽ സംസാരിക്കരുത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് കാരണം പറഞ്ഞു കൊടുക്കുകയാണ്. ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ, ഹൃദയത്തിൽ രോഗമുള്ളവൻ അവനെന്ത് ചെയ്യും? യത്മഅ, തെറ്റിനെ ആഗ്രഹിക്കും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ തെറ്റിദ്ധരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് അവരുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരു വ്യതിയാനം ഉദ്ദേശിച്ചുകൊണ്ടല്ല ഈ പറയണത്. പിന്നെയോ പ്രശ്നം നിങ്ങളല്ല, പ്രശ്നം മറ്റു ചിലരാണ് എന്നുള്ളതാണ് അവിടെ വായിക്കണത്. പറഞ്ഞാൽ മനസ്സിലായോ? എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലാ തഖ്ളഅന ബിൽ ഖൗൽ എന്ന് പറഞ്ഞത്? അവർ തഖ്വയുള്ളവരാണ്, തഖ്വയുള്ളവരാണ്. നമ്മൾ പറഞ്ഞു ഇനി ഇത്തഖൈതുന്ന എന്നുള്ളതിൻ്റെ ഉദ്ദേശം തഖ്വയാണ്. ആ തഖ്വയിൽ അവർ തുടരണം എന്നുള്ളതാണ്. പിന്നെ അവരോട് പറഞ്ഞു ഫലാ തഖ്ളഅന ബിൽ ഖൗൽ, നിങ്ങൾ അനുനയത്തിൽ സംസാരിക്കരുത്. അത് നിങ്ങളുടെ എന്തെങ്കിലും പോരായ്മ കൊണ്ടല്ലേ ഈ പറയുന്നത്. പിന്നെയോ പോരായ്മ മറ്റു ചിലരുടേതാണ്. ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ, ഖൽബിൽ രോഗമുള്ളവൻ്റെ പ്രശ്നമാണ്. അങ്ങനത്തെ ആളുകളുണ്ട്, ഖൽബിൽ രോഗമുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സംസാരത്തിൽ ഈ അനുനയ സ്വഭാവം സ്വീകരിക്കരുത് എന്ന് പറയുകയാണ്. ഈ മറദുൽ ഖൽബ് വിശുദ്ധ ഖുർആനിൽ മറദിനെ കുറിച്ച് കുറേ പറയുന്നുണ്ട്. പക്ഷേ മറദുൽ ഖൽബ്, ഖൽബിൻ്റെ മറദുണ്ടല്ലോ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് രണ്ട് മറദിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ശുബ്ഹത്താണ്, മറ്റൊന്ന് ഷഹ്വത്താണ്. ഒന്ന് സന്ദേഹമാണ്. ഫി ഖുലൂബിഹിം മറദുൻ, അവരുടെ കൽബുകളിൽ രോഗമുണ്ട്. ഫസാദഹുമുല്ലാഹു മറദ, അത് ഷക്കിൻ്റെ രോഗം, കപടന്മാരെ കുറിച്ച് പറഞ്ഞാണ്. മറ്റൊരു രോഗമാണ് ഇവിടെ പറഞ്ഞ ഈ ആയത്തിൽ പറഞ്ഞ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ, ഖൽബിൽ മറദുള്ളവൻ. ആ രോഗം ആണ് ഷഹ്വത്തിൻ്റെ രോഗം, ഷഹ്വത്തിൻ്റെ രോഗം. പണ്ഡിതന്മാർ പറയാണ്, ഈ മനുഷ്യ സ്വഭാവം, മനുഷ്യ മനസ്സിൻ്റെ സ്വഭാവം അതിൽ ഈ സബ്ഇയ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രകൃതമുണ്ട്, സബ്ഇയ്യ. അതേപോലെ തന്നെ അതിൽ ബഹീമിയ എന്ന് പറഞ്ഞിട്ടൊരു പ്രകൃതമുണ്ട്. പിന്നെ അതിൽ ശൈത്താനിയ, പിന്നെ അതിൽ റബ്ബാനിയ. എന്താ സബ്ഇയ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സബ്ഇ എന്ന് പറഞ്ഞാൽ വന്യമൃഗമാണ്, വന്യമൃഗം. ഈ വന്യമൃഗങ്ങളുടെ ഒരു പ്രകൃതം മനസ്സുകൾക്കുണ്ട്. ബഹീമി എന്ന് പറഞ്ഞാൽ നാൽക്കാലികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബഹീമത്തിൽ അനാമെന്താ? ആടുമാടൊട്ടകങ്ങൾ, അതിൻ്റെ സ്വഭാവം. ശൈത്താനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൈശാചിക പ്രകൃതം. പിന്നെ റബ്ബാനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബിന് ഇഷ്ടപ്പെട്ട പ്രകൃതം.
ഈ സബഇയ്യയിൽ നിന്നാണ് ചില മനുഷ്യന്മാർക്ക് എന്താണ് ക്ഷിപ്രകോപം, പിന്നെ അതിനെ തുടർന്നുള്ളത് ഈ പ്രത്യാക്രമണം, ഈ കണ്ണിൽ ചോരയില്ലാത്ത ഈ സ്വഭാവങ്ങളുണ്ടല്ലോ, ഈ ദേഷ്യവും അതേപോലെ തന്നെ വീറുമൊക്കെ കാരണത്താൽ ഉണ്ടാകുന്ന മനുഷ്യന്മാരുടെ പ്രവൃത്തികൾ, അത് ഈ പ്രവണതയിൽ നിന്നാണ്. സബഇയ്യ എന്ന് പറയുന്ന മനുഷ്യന്മാരുടെ ഈ മനസ്സിൻ്റെ പ്രകൃതത്തിൽ നിന്നുണ്ടാണത്. അങ്ങനെ ആ പ്രകൃതം അത് ജയിക്കുന്ന മനുഷ്യന്മാരുണ്ട്. ബഹീമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ബഹീമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ നാൽക്കാലികളുടെ പ്രകൃതം, അതാണ് ഈ ഈ ജഡികച്ചയുടെയൊക്കെ പ്രകൃതം, മനസ്സിലായി. നാൽക്കാലികൾ പിന്നെ അവരുടെ സ്വഭാവം, ആ പ്രകൃതമുള്ള മനുഷ്യന്മാരാണ്. പിന്നെ നാൽക്കാലികൾക്കുണ്ടല്ലോ ഇന്നതനുവദനീയമല്ല എന്നില്ല, അവരുടെ ഇച്ഛയാണ്, എന്താണ് തോന്നുന്നത് അതാണ്. അപ്പോൾ പിന്നെ നമ്മൾ നാടന്മാർ പറയുന്നത് വെച്ചാൽ ചില മനുഷ്യന്മാർ അങ്ങാടിയിലെ കൂറ്റന്മാരായിരിക്കണം. അങ്ങാടിയിലെ കൂറ്റന്മാരായിരുന്നാണ് ആരെ പുറ കയറുന്നുണ്ട് എന്നുള്ളത് നോക്കിട്ടൊന്നുമില്ല. ചിലപ്പം പിന്നെ കൂടെ പറഞ്ഞതിൻ്റെ ആയിരിക്കും, ചിലപ്പോൾ ജന്മം നൽകിയതിൻ്റെ ആയിരിക്കും, മനസ്സിലായി. ഈ ജഡികാച്ച ഭരിക്കുന്നവർ, ഇതാണ് നമ്മുടെ ഷഹ്വത്ത് ഭരിക്കുന്നവർ. അവരുടെ പ്രകൃതം എന്താണ്? ഈ ബഹീമിയത്ത്. ചിലരുടെ പ്രകൃതം ശൈത്താനിയത്താണ്. ശൈത്താനിയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ താൻ ഭാവത്തിൻ്റെ ഞാൻ, ഈ അഹങ്കാരം, ഇസ്തിബ്ദാദ്, ഇസ്തിഅല, ആർക്കും കുറഞ്ഞു കൊടുക്കാതെ ഞാൻ എന്നുള്ള ഭാവത്തിൻ്റെ ശൈത്താൻ പറഞ്ഞില്ലേ, അന ഖൈറും മിൻ, ആദമിനേക്കാൾ ഞാനാണ് ഉത്തമൻ. ഖലഖ്തനി മിൻ തീനിൻ ഖലഖ്തഹു മിൻ തീനിൻ വഖലഖ്തനി മിൻ നാരിൻ എന്ന് പറയല്ലേ. എന്നെ തീയിൽ നിന്ന് പടച്ചു, അവനെ മണ്ണിൽ നിന്ന് പടച്ചു, ഞാൻ സുജൂദ് ചെയ്യില്ല എന്നിട്ടുണ്ട്. ആ ഒരു അഹംഭാവത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ ഭാഷ്യം, അത് മനുഷ്യരിൽ ഈ ശൈത്താനീയ പ്രകൃതം അത് ജയിക്കുമ്പോഴാണ്. എന്നാൽ സൽവൃദ്ധരായ സംശുദ്ധരായ മനുഷ്യന്മാരുടെ മനസ്സിനെ എന്തു ചെയ്യും? റബ്ബാനിയത്ത് പ്രകൃതം ഭരിക്കും. അവർ ഇതിനൊക്കെ പരാജയപ്പെടുത്തിയിട്ട് അവരിൽ ജയിച്ച് നിൽക്കുന്നത് ഈ റബ്ബാനിയത്തായ സ്വഭാവമായിരിക്കും, പ്രകൃതമായിരിക്കും. അവർ ജഡികാച്ചയ്ക്ക് വിധേയരാകില്ല, അവർ അഹംഭരിക്കില്ല, ശരിയല്ലേ. അവർ ഈ ക്ഷിപ്രകോപികളായി, അതേപോലെ തന്നെ അക്രമോത്സുകരായിട്ടുള്ള വർത്തന അവരിൽ നിന്നുണ്ടാവില്ല. കാരണം അവരിൽ ജയിക്കുന്നത് ഏത് സ്വഭാവമാണ്? ഈ റബ്ബാനിയത്തിൻ്റെ സ്വഭാവമാണ്. പണ്ഡിതന്മാർ പറയാണ്, ഇത്തരം ഈ 4 പ്രകൃതം മനുഷ്യരുടെ മനസ്സിൻ്റെ പ്രകൃതങ്ങളിൽപ്പെട്ടതാണ്. ചിലതിനെ അതിജയിക്കുമ്പോഴാണ് ഈ ഉണ്ടല്ലോ ഈ പറയപ്പെട്ട പ്രകൃതങ്ങൾ അവരിൽ തെളിയുക. നമ്മുടെ ആയത്തിൽ മനുഷ്യന്മാരിൽ ഈ ബഹീമിയ പ്രകൃതമുള്ള മനുഷ്യന്മാരുണ്ട്. സ്ത്രീകൾ സ്വന്തം ഭർത്താക്കന്മാരോട് സംസാരിക്കുന്ന ഭാഷയിൽ ചിണിയും അനുനയത്തിലും അത്തരം ആണുങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വലിയ ഫിത്നൻ്റെ കവാടം തുറക്കും. അത് അതിൻ്റെ പ്രഥമ സ്റ്റേജാണ് ആ ഒരു സംസാരം. അതൊരു നീണ്ട സംസാരമായിക്കൊള്ളുന്നില്ല, മനസ്സിലായി. ഒരു ശരിക്കും ചെറിയ ഒരു സംസാരം, ഇനി അതെന്തായിക്കോട്ടെ, ഒരു ജസാക്കല്ലാഹു ഖൈറൻ പറയൽ വരെ ആ കോലത്തിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഖലാസ് അതൊരു വലിയ കുഴപ്പത്തിൻ്റെ കവാടം തുറക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അതുകൊണ്ടാണ് പറയുന്നത്, ഫലാ തഖ്ബഅന ബിൽ ഖൗൽ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദുൻ എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാകും ഇന്ന സംസാരം പാടില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യാണ്? ഇന്നത് പാടുണ്ട് എന്ന് പറയുന്നത്. അതാണ് അൽ ബദൽ മുനാസിബ്, സൂട്ടബിളായ അനുയോജ്യമായിട്ടുള്ള പകരം അള്ളാഹു പറഞ്ഞു കൊടുക്കണം. അതെന്താണ്? വഖുൽന ഖൗലൻ മഅറൂഫ, നിങ്ങൾ മഅറൂഫായ ഖൗൽ പറഞ്ഞുകൊള്ളുക എന്നുള്ളതാണ്. മഅറൂഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉർഫിൽ നിന്നാണ്. എന്താ ഉർഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാട്ടുപതിവ്, നാട്ടു സമ്പ്രദായം ഉണ്ടല്ലോ, ആദത്ത്, അതാണ് ഉർഫ്. മാറൂഫായ സംസാരം എന്ന് പറഞ്ഞാൽ ആ മാറൂഫായ സംസാരം മഅതാദന്നാസ്, ജനങ്ങൾ തങ്ങളുടെ ഒരു പതിവായി സ്വീകരിച്ച. ഇപ്പം ചില നാടുകളിലുള്ള ഉർഫാവില്ല ചില നാട്ടിൽ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഉർഫിലേക്ക് വിട്ടു. അതാത് നാടുകളിൽ പിന്നെ സംസാരം, മാന്യമായിട്ടുള്ള സംസാരം, അവിടെ മയപ്പെടുത്തിയുള്ള സംസാരം എന്നല്ല. നിങ്ങൾ പിന്നെ വഖുൽന ഖൗലൻ മഅറൂഫ വഖുൽന ഖൗലൻ മഅറൂഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകളുടെ സ്വരം, പ്രകൃതി
എന്താണ് ആണുങ്ങളുടെ സ്വരത്തിൽ നിന്ന് വ്യത്യസ്തമാണ് അല്ലേ? സ്ത്രീകളുടെ സ്വരം ആണുങ്ങളുടെ സ്വരത്തിന് വ്യത്യസ്തമാണ്. ആണുങ്ങളുടെ ശബ്ദത്തിനാണ് ഗാംഭീര്യം, ഒരു പിന്നെ ശൗര്യഭാവം ഒക്കെ ഉള്ളത്. സ്ത്രീകളുടേത് അങ്ങനെയല്ല പ്രകൃതി. അതുകൊണ്ടാണ് ഈ ആണ പെണ്ണായി നടക്കുന്ന ആണുങ്ങളുടെ അല്ല, പെൺകോലം കെട്ടി നടക്കുന്ന ആണുങ്ങൾ എന്താ ചെയ്യുന്നത്? അവരുടെ സ്വരം മയപ്പെടാൻ വേണ്ടിയിട്ട് ഹോർമോണുകൾ കുത്തിവെക്കണം, മാസം മാസം ഇത് കുത്തിവെക്കണം. അവർക്ക് ഉണ്ടല്ലോ, ഈ ആണ് പെണ്ണായിട്ട് നടക്കുന്നവർ ഭയങ്കര ഒരു ദുരന്തത്തിലാണല്ലോ. അവർക്ക് പിന്നെ ജീവിതകാലം മുഴുവൻ എന്ത് ചെയ്യണം? ഈ ആ രീതിയിൽ നടക്കണം എന്നുണ്ടെങ്കിൽ ഈ പിന്നെ ഹോർമോണുകൾ കുത്തിവെച്ച് അവർക്ക് കുറേ മാറ്റം വരുത്തണം. അവർക്ക് അള്ളാഹു നിശ്ചയിച്ച ആ നല്ല പ്രകൃതത്തെ മാറ്റാൻ. അതിൽപ്പെട്ടതാണ് അവർ ശബ്ദം മാറ്റുന്നത്. ശബ്ദം മാറുന്നത് എങ്ങനെ? അവരുടെ ശബ്ദം ഈ ചിണുങ്ങിയുള്ള സംസാരമാകാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യണം? ഹോർമോണുകൾ കുത്തിവെക്കുകയാണ്. ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ, പ്രകൃതിയ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തുണ്ട്? പെണ്ണിൻ്റെ ശബ്ദം അതിനെ മയപ്പെടുത്തിയിട്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആ പ്രകൃതത്തെ മാറ്റി ഇങ്ങനെ ഗൗരവത്തിൽ ആർത്ത് വിളിക്കുക എന്നുള്ളതല്ല. അന്യ പുരുഷന്മാരോട് സംസാരിക്കുമ്പോൾ എടാ പോടാന്ന് പറഞ്ഞിട്ടുള്ള ആ ഓരോ ഇതിൽ സംസാരിക്കല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആണിനോടും പെണ്ണിനോടൊക്കെ സംസാരിക്കും പറഞ്ഞ മയത്ത് സംസാരിക്കാനാണ്. ഫിർഔനോട് സംസാരിക്കാൻ പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? വഖൂല ലഹു ഖൗലൻ ലയ്യിനൻ എന്നാണ്, മയപ്പെടുത്തി സംസാരിക്കാനാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മയപ്പെടുത്തി സംസാരിക്കുന്ന ആളാണ്. ലിൻത ലഹും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ? അവരോട് മയത്തിൽ സംസാരിച്ചു എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ സംസാരം ആളുകളെ വെറുപ്പിക്കാതെ, ആളുകൾക്ക് അരോചകം തീർക്കാതെ തന്നെയാണ് സംസാരിക്കേണ്ടത്, മയത്തിൽ തന്നെയാണ് സംസാരിക്കേണ്ടത്. പക്ഷേ പിന്നെ അത് ഓരോ നാട്ടിലും അല്ലേ, ഓരോ പിന്നെ സമൂഹത്തിലും വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ നമ്മൾ പിന്നെ ഇപ്പോൾ ആഫ്രിക്കൻ വംശജരായിട്ടുള്ള ആളുകളുടെ സംസാരം നോക്കി നിങ്ങൾ, അവരുടെ സംസാരം പിന്നെ മറ്റു ആളുകളിൽ നിന്ന് മറ്റു നാട്ടുകാരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സംസാരമാണ്. ആണിൻ്റെ സംസാരമായാലും പെണ്ണിൻ്റെ സംസാരമായാലും. അതുകൊണ്ട് തന്നെ ഒരു കൃത്രിമ ഭാവം സ്വീകരിക്കേണ്ടതില്ല. വഖുൽന ഖൗലൻ മഅറൂഫ എന്ന് പറയുമ്പോൾ കൃത്രിമത്വം വേണ്ടതില്ല. പിന്നെയോ എന്താണോ പതിവ് സംസാരം അത് നടത്തുക, പതിവ് സംസാരങ്ങളെ നടത്തുക. എന്ത് പാടുള്ളതല്ല? ഫലാ തഖ്ളഅന ബിൽ ഖൗൽ, അനുനയത്തിൽ അന്യരെ വശീകരിക്കും വിധം സംസാരിക്കേണ്ട. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അന്യരെ വശീകരിക്കും വിധമുള്ള സംസാരം വേണ്ട, എന്നാൽ ഉറുഫ് അനുസരിച്ചുള്ള സംസാരം നടത്തിക്കൊള്ളുക എന്നാണ് പറയുന്നത്. നമ്മളതുമായി ബന്ധപ്പെട്ടുള്ളതായ മസാലകൾ പലതും കഴിഞ്ഞ ആഴ്ച പറഞ്ഞാണ്. നമ്മൾ ചില ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ സ്ത്രീകൾ അവരുടെ സംസാരത്താൽ വശീകരിക്കപ്പെടുകയും പിന്നെ പുരുഷന്മാർ അതിനാൽ പരീക്ഷിക്കപ്പെട്ട് ഫിത്നയിലകപ്പെട്ട് തൊലയുന്ന വിഷയം. അതിന് കുറേ ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നമ്മൾ വായിക്കും. നമ്മളുടെ കൊണ്ടത് ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ സെൻട്രലിൽ പറഞ്ഞിട്ടുണ്ടാവും. ഈ ഖുസൈർ, അസ്സ കമിതാക്കളെ കുറിച്ച്. അസ്സയും ഖുസൈറും രണ്ട് കാമുകനും കാമുകിയായിരുന്നു, ശരിയല്ലേ? പിന്നെ ഒരിക്കൽ ഈ അസ്സ, അവളാണ് കാമുകി, ഖുസൈറാണ് കാമുകൻ. അസ്സ ഒരു വാക്ക് പറഞ്ഞതാണ്, ഞാൻ നിനക്കൊരു ചുംബനത്തിന് അവസരം തരും. കാമുകി പറഞ്ഞതാണ് കാമുകനോട്, ചുംബനത്തിന് അവസരം തരും എന്ന് പറഞ്ഞാണ്. പക്ഷേ അസ്സ പിന്നെ അതിന് പറഞ്ഞെങ്കിലും അതിന് വിധേയായില്ല. പക്ഷെ ഖുസൈർ അതിൻ്റെ പിന്നാലെയാണ്, ആ ഒരു വാക്കിൻ്റെ പിന്നാലെയാണ് പിന്നെ ഖുസൈർ. അതുകൊണ്ട് തന്നെ ഖുസൈറിൻ്റെ ഒരു കവിത ഉണ്ട്, ഖമാ കുല്ലു ദീദൈനിൻ മുവഫൻ ഗരീമഹ മുവഫൻ ഗരീമഹു വഅസ്സതു മംതൂലുൻ മുഅന്നൻ ഗരീമുഹ എന്നാണ്. എന്താ? ഖമാ കുല്ലു ദീദൈനിൻ, കടം തരാനുള്ളവരൊക്കെ അവരുടെ കടം വീട്ടി. മുവഫൻ ഗരീമുഹു എന്നാണ്. ആർക്കാണോ കടം കൊടുക്കാനുള്ളവർക്ക് അവർക്ക് അയാൾക്ക് കടം തികച്ചും വീട്ടിയിട്ട് എല്ലാ കടം നൽകാനുള്ളവരും കടം വീട്ടിയിട്ടുണ്ട്. പക്ഷേ അസ്സത്തു മംതൂലുൻ, അസ്സ മംതൂലാണ്. മംതൂൽ എന്ന് പറഞ്ഞാൽ നാളെ തരാം നാളെ തരാം നാളെ തരാം. അസ്സ ആര്? അസ്സാര കാമുകി. മുഅന്നൻ ഗരീമുഹ എന്നാണ്.
അത് കാരണത്താൽ തന്നെ അവൾ കടം കൊടുക്കാനുള്ള വ്യക്തി രോഗത്തിലാണ്. രോഗം പേര് ടെൻഷൻ പേറി നടക്കുകയാണെന്നാണ് പറയുന്നത്. പറഞ്ഞത് മനസ്സിലായോ? അവൾ പറഞ്ഞതാണ് നിനക്കൊരു ചുംബനം എൻ്റെ വക ഉണ്ട് എന്നുള്ളത്. അതൊരു കടമായിട്ടാണ് മൂപ്പര് കണ്ടത്. പിന്നെ ആ കടം കിട്ടാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് മൂപ്പര്. പക്ഷെ അസ്സ സമ്മതിക്കണില്ല. ആ വിഷയത്തിലാണ് അയാൾ ടെൻഷൻ അടിച്ച് പാടുന്നത്. ഖബാക്കുല്ലുദീദൈനിൻ മുഅഫൻ ഖരീമഹു. കടം വീട്ടാനുള്ളവർക്ക് കടം തികച്ചു കൊടുത്ത് എല്ലാവരും കടം വീട്ടി. പക്ഷേ അസ്സത്തു മംതൂലിൻ, അസ്സ നാളെ തരാം എന്ന് പറഞ്ഞാൽ കടം നീട്ടിക്കൊണ്ടുപോകാൻ. മുഅന്നൻ ഖരീമുഹു, അത് കാരണത്താൽ അവൾ കടം കൊടുക്കാനുള്ള ആൾ എന്ന് പറഞ്ഞാൽ ഖുസയ്യിർ. അതിനാൽ രോഗത്തിലാണ്, വിഷമത്തിലാണെന്നാണ് പറയുന്നത്. അവസാനം ഇത് നാട്ടിൽ പാട്ടായി. ആളുകൾക്കറിയില്ല ഈ വരിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്തെന്ന്. ഇങ്ങനെ ഒരു കടം പിന്നെ ഉണ്ട് എന്നുള്ളതും അസ്സ കടം കൊടുക്കുന്നത് നീട്ടിക്കൊണ്ടുപോകണം എന്നുള്ള ആളുകൾക്കറിയുള്ളൂ. എന്താണ് ഈ കടത്തിൻ്റെ വിഷയം അറിയില്ല. ഈ കവിത പാട്ടായി. അങ്ങനെയാണ് അത് ഒരു പിന്നെ കൊട്ടാരത്തിലെത്തുന്നത്. ഈ കവിത എനിക്ക് തോന്നുന്നത് ഉമർ ബിൻ അബ്ദുൽ അസീസിൻ്റെ പെങ്ങൾ, അല്ലെങ്കിൽ ആത്തിക ബിന്ദുൽ വലീദ് വലീദ് ബിൻ അബ്ദുൽ മലിക് അമ്മവി ഖലീഫ, അതിൻ്റെ പിന്നെ മകളോ ഉമർ അബ്ദുൽ അസീസിൻ്റെ പിന്നെ പെങ്ങളോ ഉമ്മു അസീസ്, ഇവരിത് കേൾക്കുകയാണ്. അങ്ങനെ അസ്സനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, അസ്സ എന്താണ് ഖുസൈർ പറയുന്ന ഈ കടം നിങ്ങൾ കൊടുക്കാൻ കടം നീട്ടിക്കൊണ്ടുപോകാനുള്ളത്? അസ്സ പ്രസിദ്ധയാണ്, ഖുസൈർ പ്രസിദ്ധനാണ്. അപ്പോൾ എന്താണ് അസ്സ നിങ്ങൾ കൊടുക്കാതെ ഈ കടം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് അസ്സ പറയുന്നത് കട ഇതാണ്. എന്താ കടം? അവൾ പ്രോമിസ് ചെയ്ത ഈ ഒരു വിഷയമാണ്. അപ്പോൾ പിന്നെ ഇവർ പറയണ, ആത്തിക്ക പറയണ, അല്ലെങ്കിൽ ഉമ്മു അസീസ് പറയണ, നിങ്ങൾ ആ കടം വീട്ടിക്കോളി, അതിൻ്റെ കുറ്റം ഞാൻ വഹിച്ചോളാം, അല്ലാഹു കാക്കട്ടെ, അസ്തഗ്ഫിറുല്ലാഹ്. ഇവർ പരപുരുഷൻ സ്ത്രീകളാണ്, ഇവർ കാമുകന്മാരാണ്, കമിതാക്കളാണ്. അവസാനം അസദ് ചെയ്തു എന്നുള്ളതും ഖുസൈർ അത് നിർവഹിച്ചത് എന്നുള്ളതാണ്. പക്ഷെ അതിൻ്റെ ആ ഒരു പിന്നെയാണ് പിന്നെ ഈ മഹദിക്ക് കുറ്റം ഞാൻ ഏറ്റോളാന്ന് പറഞ്ഞാൽ ആത്തിക്കക്ക് അല്ലെങ്കിൽ ഉമ്മു അസീസിന് അതിൻ്റെ ഗൗരവം മനസ്സിലാണത്. അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവരതിനാൽ പിന്നെ പശ്ചാത്തപിച്ചു, തൗബ ചെയ്തു, കരഞ്ഞു, ഹജ്ജ് ചെയ്തു. ഇതിൻ്റെ ഭാഗമായിട്ട് പശ്ചാത്താപത്തിൻ്റെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി ഹജറുൽ അസ്വദിൻ്റെയും റുക്കുനുൽ യമാനിയുടെയും കഅബയുടെ റുക്കുനുൽ യമാനിയുടെ ഹജറുൽ അസ്വദിൻ്റെയും ഇടയിൽ വെച്ച് അവർ 40 അടിമകളെ മോചിപ്പിച്ചു എന്നാണ് ഇതിൻ്റെ തൗബയുടെ ഭാഗമായിട്ട് എന്നൊക്കെ ചരിത്രത്തിൽ കാണാം. പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സംസാരം അത് ചിലപ്പോൾ ചില മനുഷ്യന്മാരെ വേട്ടയാടും. ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറദുൻ, ഖൽബിൽ ഞാൻ പറഞ്ഞില്ലേ ഈ ബഹീമിയ പ്രകൃതം ജയിച്ചു നിൽക്കുന്നവരെ അത് വേട്ടയാടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറദുൻ ഉണ്ടല്ലോ, അത് ഭയങ്കരമായിട്ട് മോഹം ഉദിച്ച് ആഗ്രഹം ജനിച്ച് പിന്നെ അതിൻ്റെ പിന്നാലെ പിരാന്തനായി തലതെച്ച് നടക്കുന്ന അവസ്ഥ ഉണ്ട്. അത് പലരിലും നമ്മൾ വായിക്കേണ്ട. അത് ഒരു ചരിത്രം ഞാൻ പറഞ്ഞെന്നുള്ളത് ദുനിയാവിൽ അതിൻ്റെ അനുഭവ നേർക്കാഴ്ചകൾ നമുക്ക് പലതും ഉണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, ചില ആളുകൾ നേരം വെളുത്ത് കുളിച്ച് മാറ്റിയാണ്ട് ഇറങ്ങും. എന്തിനാ നേരം വെളുത്ത് കുളിച്ച് മാറ്റി ഇറങ്ങണത്? പിന്നെ ബസ് സ്റ്റോപ്പിലാണ്, പിന്നെ കോളേജ് ഹോസ്റ്റലിൻ്റെ പരിസരത്താണ്, അല്ലെങ്കിൽ സ്കൂൾ പരിസരങ്ങളിലാണ്, പിന്നെ വാഹനങ്ങളിലാണ്, ഒക്കെ ഇവളെ തേടിയുള്ള നടത്ത അലച്ചിലം പ്രശ്നങ്ങളാണ്. ഏതായാലും അതൊരു വലിയ ഫിത്തനയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരം ഫിത്തനകളെയാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. അത് നമ്മൾ പറഞ്ഞു, വഖുൽന ഖൗലൻ മഅറൂഫ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ബദൽ പറഞ്ഞു കൊടുത്തു. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനി ഇവിടെ പ്രഥമ അഭിസംബോധന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരാണ്. യാ നിസാ അന്നബി അല്ലേ, നമ്മൾ കഴിഞ്ഞ ആഴ്ച പിന്നെ അത് പറഞ്ഞല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ ഈ അഭിസംബോധിതർ ആരാണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. ഇനി അള്ളാഹു പറയാണ്, വഖർന ഫീ ബുയൂതികുൻ വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊല വഅഖിംന الصلاة وآتينا الزكاة وأطيعنا الله ورسوله إنما يريد الله ليذهب عنكم الرجس أهل البيت ويطهركم تطهيرا. ആയത്തു തത്ഹീർ എന്ന പേരിൽ പ്രസിദ്ധമായ ആയത്താണിത്. ആയത്തു തത്ഹീർ, തത്ഹീറിൻ്റെ ആയത്തു തത്ഹീർ ഏറ്റവും ആഘോഷിച്ചതും വിഷയമായി കൊണ്ടെടുക്കുന്നതും ഷിയാക്കളാണ് ആയത്തു തത്ഹീറിനെ കൊണ്ടെടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതെന്തെന്നുള്ളത് നമുക്ക് ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ പറയാം.
അള്ളാഹു ഇവിടെ പറയാണ് വഖർന ഫി ബുയൂത്തികുൻ. അതിൽ വാവ് വേറെയാണ്, കർണ വേറെയാണ്. വാവ് വാവുൽ അത്ഫാണ്, എന്ന അർത്ഥത്തിൽ. ക്രിയ ഏതാണ്? ക്രിയ കർണയാണ്. ഈ കർണ എന്നുള്ള ക്രിയ ഒന്നുകിൽ വക്കറയിൽ നിന്ന് വന്നാണ്. വക്കറ, വക്കറ യഖിറു, വക്കറൻ എന്നാണ് അൽ വക്കാർ. എന്താ വക്കറ എന്ന് പറഞ്ഞാൽ പിന്നെ ഒതുക്കം, ഒതുങ്ങുക, അവധാനതയും സാവകാശവും ഉണ്ടാവുക എന്നൊക്കെയാണ് വക്കറൻ്റെ അർത്ഥം. വക്കറ യഖിറു അതിൻ്റെ കൽപ്പനക്രിയയാണ് ഖിർ അല്ലെങ്കിൽ ഖർ. ഖിർ അല്ലെങ്കിൽ ഖർ, വഖറ യഖിറു, ഖിർ അല്ലെങ്കിൽ ഖർ. ഖർ അത് കുറേ സ്ത്രീകളോടാകുമ്പോൾ കർണ, നിങ്ങൾ സ്ത്രീകൾ ഒതുങ്ങുക, അടങ്ങുക എന്നൊക്കെ അർത്ഥത്തിൽ കർണ. ഉണ്ടോ? കർണ എന്ന് പറഞ്ഞാൽ അതാണ് നിങ്ങൾ ഒതുങ്ങുക, സ്ത്രീകളോടുള്ള അഭിസംബോധനയാണ്. നിങ്ങൾ സ്ത്രീകൾ ഒതുങ്ങുക. അല്ലെങ്കിൽ ഇത് വന്നത് കറ എന്ന ക്രിയയിൽ നിന്നാണ്. കറ, കറൻ്റെ വർത്തമാന ഭാവി കാലക്രിയ യഖറു എന്നും വരും, യഖിറു എന്നും വരും. യഖറു അതിൽ നിന്നാണ് ഖുറത്തുൽ ആയിൻ. ഖുറത്ത് ആയുൻ എന്താ? കൺകുളിർമയാണ്, കൺകുളിർമ. കറ യഖറു, കറ യഖിറു എന്നുള്ളതാണ് അതാണ് സബത്ത. സബത്ത എന്ന് പറഞ്ഞാൽ എന്താ? ഉറച്ചുന്നു, സ്ഥിരപ്പെട്ടു എന്ന അർത്ഥത്തിൽ സബത്ത. ഇതിൽ നിന്നുള്ള കൽപ്പനക്രിയ ഒന്നുകിൽ ഇഖ്റാർന, ഇഖ്റാർ, കുറേ സ്ത്രീകളോടാകുമ്പോൾ ഇഖ്റാർന, അല്ലെങ്കിൽ ഇഖ്രീർന. അറബി ഭാഷേൻ്റെ ഒരു പ്രത്യേകത മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് എഴുതുന്നത്. കുറച്ച് ടൈറ്റാണത്. എങ്ങനെയാണ് ഈ കർണ വന്നത്? കർണ വന്നത് ഒരായത്തിനെ തഫ്സീറൊക്കെ ചെയ്യുമ്പോൾ, ആളുകൾക്ക് ആധികാരികമായിട്ട് തഫ്സീറൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ വലൈക്കും സ്സലാം അതിനുണ്ടാകേണ്ട ചില പരിജ്ഞാനങ്ങൾ മനസ്സിലാക്കാൻ കൂടി ഇത് വേണം. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഈ ഇഖ്റാർന അല്ലെങ്കിൽ ഇഖ്രീർന ഇതാണ് എന്തായി മാറിയത്? കർണയായി മാറിയത്. ഇതിൽ തന്നെ നൂന്, ഇത് നൂൻ നിസ്വയാണ്, സ്ത്രീകളോടുള്ള അഭിസംബോധനയാണ് അറിയിക്കാനാണ് നൂന് വന്നത്. അല്ലെങ്കിൽ ക്രിയ എന്തേ ഉള്ളൂ? ഇഖ്റാർ അല്ലെങ്കിൽ ഇഖ്രീർ എന്നാണ്. ഈ ആയത്തിന് രണ്ട് ഖിറാഅത്തുണ്ട്. വഖർന, വഖർന, കർണ എന്നുള്ള ഖിറാഅത്തുണ്ട്. അതേപോലെ വഖിർന എന്ന ഖിറാഅത്തുണ്ട്. വഖിർന ഫി ബുയൂത്തികുന്ന എന്ന ഖിറാഅത്തുണ്ട്. ജുംഹൂറിൻ്റെ ഖിറാഅത്ത്, ഭൂരിപക്ഷ പണ്ഡിതന്മാരുടെ ഖിറാഅത്ത് എന്താണ്? വഖിർന ഫി ബുയൂത്തികുന്ന എന്നാണ്. വഖിർന ഫി ബുയൂത്തികുന്ന അല്ലേ? ആസിം അതേപോലെ തന്നെ മറ്റു ചില ഖുറാഅകൾ അവരാണ് പിന്നെ കർണ വായിച്ചത്. വഖർന എന്നുള്ള ഖിറാഅത്ത് പാരായണം വായിച്ചത്. രണ്ട് ഖിറാഅത്തും ശരിയാണ്. വഖർന എന്ന് വായിച്ചാലും ശരിയാണ്, വഖിർന എന്ന് വായിച്ചാലും ശരിയാണ്. ഇവിടെ കണ്ടോ, ഞാൻ ആ രണ്ട് ഖിറാഅത്തിനും ഉണർത്തിയത് ഒന്നുകിൽ ഇഖ്റാർന എന്നതിൽ നിന്നാണ് ഖിറാഅത്ത് വഖർന, കർണ, അല്ലെങ്കിൽ ഇഖ്രീർന എന്നതിൽ നിന്നാണ് ഖിറാഅത്ത് അപ്പോൾ ഖിർന. എങ്ങനെയാണ് ഇഖ്റാർ എന്നുള്ളത് ഖിറായി മാറിയത്? ഇഖ്റാർ എന്നുള്ളത് എങ്ങനെയാണ് ഖർ ആയി മാറിയത്? അല്ലെങ്കിൽ ഇഖ്രീർ എന്നുള്ളത് എങ്ങനെയാണ് ഖിർ ആയി മാറിയത്? അത് മനസ്സിലാക്കണം. അത് ഇത് അറബി ഭാഷ അതിൻ്റെ ഒരു പ്രത്യേകതയാണത്. ഇപ്പം ഇഖ്രീർ എന്നുള്ളതുണ്ടല്ലോ, ഇഖ്രീർ ഇതിൽ രണ്ട് റാണ്ട് റാൻ്റെ ഹർക്കത്ത്, ഈ റാൻ്റെ ഹർക്കത്ത് കാഫിന് കൊടുത്ത്, അപ്പോൾ എന്തായി? ഇതിൻ്റെ സുക്കൂൻ ഇങ്ങോട്ട് മാറി കേട്ടോ. അപ്പോൾ രണ്ട് റാ ആയി വന്നു. ഒരു റാ, രണ്ട് റായിൽ രണ്ടിൻ്റെ ഹർക്കത്ത് ഇതെന്താ? സുക്കൂനാണ് അല്ലേ? അതുകൊണ്ട് തന്നെ രണ്ട് സുക്കൂൻ വന്നത് കാരണത്താൽ ആദ്യത്തെ സുക്കൂനുള്ള അക്ഷരത്തെ ഒഴിവാക്കി. അപ്പോൾ എന്തായി? ഇഖീർ എന്നായി. ഖാഫിന് ഹറക്കത്ത് വന്നത് കാരണത്താൽ അതിൻ്റെ സുക്കൂൻ ഇതിലേക്ക് മാറിയല്ലോ, റായിലേക്ക് മാറിയല്ലോ. എന്നിട്ട് എന്ത് ചെയ്തു? റാൻ്റെ ഹറക്കത്താണ് ഇവിടെ കൊടുത്തത്, ശരിയല്ലേ? അപ്പോൾ
ഇത്തരം സന്ദർഭങ്ങളിൽ ഖാഫിന് ഹർക്കത്തുണ്ട്, അതിനു മുമ്പ് ഹംസത്തുൽ വസിൽ വന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യും? ഖാഫ് ഹർക്കത്തുള്ളത് കാരണത്താൽ ഹംസയെ കളയും, അതിനെ ഒഴിവാക്കും. അപ്പോൾ എന്തായി? ഖിർ എന്നായി മാറി, ഖിർ എന്നായി മാറി. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ഖിറാഅത്ത്? ഖിർന എന്നുള്ള ഖിറാഅത്ത്. ഇഖ്റീർ എന്നാണ്, ഇഖ്റീർ എന്നാണ്. അതാണ് എന്ത് ചെയ്തത്? ഖിറാക്കി മാറ്റിയത്. ഇനി ഖറും അങ്ങനെ തന്നെ, ഇഖ്റാർന. ഇവിടെ ഈ 2 റാ വന്ന് അറബി ഭാഷയിൽ ഈ റീർ എന്നായാലും റർ എന്നായാലും ഉച്ചാരണം എന്താണ്? പിന്നെ സിഖലാണ് ഉച്ചാരണം. ഇങ്ങനെ 2 അക്ഷരങ്ങൾ ഇതുപോലത്തെ 2 അക്ഷരങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഉച്ചാരണം ഭാരാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? അതിൽ പിന്നെ ഇതിൻ്റെ ഹറക്കത്തിനെ തൊട്ടു മുമ്പുള്ള അക്ഷരത്തിലേക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യും? 2 സുക്കൂന് 2 അക്ഷരങ്ങൾക്ക് വന്നാൽ ആദ്യത്തെ അക്ഷരത്തിനെ കളഞ്ഞ് ഉണ്ടല്ലോ എന്ത് ചെയ്യും? പിന്നെ കളയുകയും പിന്നെ ഖാഫിന് ഹർക്കത്ത് വന്നത് കാരണത്താൽ തൊട്ടു മുമ്പുള്ള ഹംസത്തുൽ വസലിനെ കളയുകയും ചെയ്യും. അതാണ് ഭാഷൻ്റെ പ്രത്യേകത, അറബി ഭാഷൻ്റെ ഒരു പ്രത്യേകത എങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ എന്തായി? ഇവിടെ റാ കളഞ്ഞു, ഖാഫിന് ഹർക്കത്തുള്ളത് കാരണത്താൽ ഹംസത്തുൽ വസലും കളഞ്ഞു, ഖർന എന്നായി, ഖർന എന്നായി. നമ്മൾ പറഞ്ഞ ഖിർനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെയാണ് ഖർണൻ്റെയും വിഷയം. എന്തായാലും ഇവിടെ ഖിർന എന്നുള്ളത് ഒന്നുകിൽ എന്താണ്? അതിൻ്റെ അസല് ഇഖ്രീർന എന്നാണ്, അല്ലെങ്കിൽ ഇഖ്റർന എന്നാണ്. ഇഖ്റർന എന്നുള്ളത് ഒരു റാ കളഞ്ഞ് ആ റാൻ്റെ ഹറക്കത്ത് ഖാഫിന് കൊടുത്ത്, ഖാഫിന് ഹറക്കത്ത് വന്നപ്പോൾ ഹംസത്തുൽ വസലിനെ കളഞ്ഞിട്ടുള്ള ഉച്ചാരണമാണ് എന്ത്? ഖർന അല്ലെങ്കിൽ ഖിർന. പറഞ്ഞത് മനസ്സിലായോ? ഈ ഉണ്ടല്ലോ ഖറയിൽ നിന്നുള്ള കൽപ്പനക്രിയയാണ് ഇത് എന്നുള്ളതാണ് കൂടുതൽ ശരി. ഏതിനേക്കാൾ? ഈ വക്കറ എന്നതിൽ നിന്നുള്ള കൽപ്പനക്രിയയാണ് ഇത് എന്നതിനേക്കാൾ ശരി. അപ്പോൾ ഈ നമ്മളിപ്പോൾ ഓതുന്ന ഖർന ഫി ബുയൂത്തികുന്ന എന്നുള്ളത് അല്ലെങ്കിൽ ഖിർന ഫി ബുയൂത്തികുന്ന എന്നുള്ളതിൻ്റെ അസൽ എന്താണ്? അസൽ ഒന്നുകിൽ ഇഖ്റാർ എന്നാണ്, അല്ലെങ്കിൽ ഇഖ്രീർ എന്നാണ്, ഇഖ്രീർ എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അർത്ഥം എല്ലാം തേടുന്നത് ഒതുങ്ങുക, അടങ്ങുക, പരിമിതപ്പെടുക എന്നുള്ളതാണ്. പറഞ്ഞാൽ മനസ്സിലാണ്ടോ? ഇതിൽ നിന്നാണ് ഇത് പ്രവഹിച്ചത് അല്ലെങ്കിൽ വിൽപ്പന്നമാകുന്നത് എന്നുള്ളതാണ് കൂടുതൽ ശരി. ഖറയിൽ നിന്ന് ഉള്ള കൽപ്പനക്രിയ ഇതാകുമ്പോൾ എങ്ങനെ ഖറയിൽ നിന്നുള്ള കൽപ്പനക്രിയ ഇങ്ങനെ? ഖറയിൽ 2 റാണ്ട് അല്ലേ? ഖററയാണ്, ഖററ. എങ്ങനെ ഈ 2 റായിൽ ഒരു റാ അവിടെ കാണാതായി അല്ലേ? പിന്നെ ഖറയിൽ നിന്നുള്ള കൽപ്പനക്രിയ എപ്പോഴും ഒന്നുകിൽ ഇഖ്റാറാണ് അല്ലെങ്കിൽ ഇഖ്രീറാണ്. ഈ ഹംസക്ക് എന്ത് പറ്റി? അതേപോലെ തന്നെ ഈ റാക്ക് എന്ത് പറ്റി? അത് മനസ്സിലാക്കാനാണ് ഞാൻ ഇവിടുത്തെ പറഞ്ഞത്. ഞാനൊരു ഉദാഹരണമായിട്ട് കൊണ്ടുവന്നതാണ്. അതായത് നമ്മളൊരു തഫ്സീർ ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ എത്ര പിന്നെ അതിൻ്റെ പ്രയോഗങ്ങളെ, അതെങ്ങനെ ആ പദം വന്നു എന്നതിനൊക്കെ എത്ര ആധികാരികമായിട്ട് മനസ്സിലാക്കണം. ഖലാസ്. എന്തായാലും ഇപ്പോൾ ഈ വാവ് എന്താണ്? വാവ് ക്രിയയിൽപ്പെട്ടതല്ല, വാവുൽ അത്ഫാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഖർന, നിങ്ങൾ ഒതുങ്ങിക്കൂടുക, അടങ്ങിക്കൂടുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുകയാണ്. ആരെ ഈ നിങ്ങൾ? യാ നിസാ അന്നബി, യാ നിസാ അന്നബി, പ്രവാചക പത്നിമാരെ എന്ന് വിളിച്ചിട്ട് അള്ളാഹു പറയാണ് വഖർന, നിങ്ങൾ അടങ്ങി ഒതുങ്ങിക്കൂടുകയും ചെയ്യുക, ഒതുങ്ങിക്കൂടുകയും ചെയ്യുക. അതാണ് വാവുൽ അത്ഫ്. പിന്നെ ഈ കുളിർമ എന്തിനാണ് അർത്ഥാക്കണത്? കൺകുളിർമ ഉണ്ടല്ലോ, കൺകുളിർമയുള്ളതായി എന്നുള്ളതാണ്. ഖറ യഖറു, ഖരീറ, ഖറ എന്നുള്ളത്. അപ്പോൾ ഖരീറ യഖറു, അതാണ് യഖറു. ഖുറത്തു ആയും, ഖുറത്തുലായി. കണ്ണിന് കുളിർമ എന്നുള്ളത് അറിയിക്കുന്നത് എന്താണ്? അത് അടക്കത്തെ ഒരു ഒതുക്കത്തെയാണ് അത് അറിയിക്കുന്നത്. മനസ്സിലായി? ഈ അസ്ലൻ ഖാഫ് റ അല്ലേ? ഇതിൽ നിന്നാണ് ഖറ യഖിറു, ഖറ യഖറു ഒക്കെ വരുന്നത് അല്ലേ? ഈ പിന്നെ ഖാഫ് റ ഉണ്ടല്ലോ, ഇതിൽ നിന്ന് വിൽപ്പന്നമാകുന്നതൊക്കെ അറിയിക്കുന്നത് എന്തിനാണ്? അടക്കത്തെയും ഒതുക്കത്തെയാണ്, അടക്കത്തെയും ഒതുക്കത്തെയാണ്. പിന്നെ ഇപ്പം കൺകുളിർമയായാലും ഇനിയോ അടങ്ങിപ്പാർക്കലായാലും ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അടിസ്ഥാനപരമായി ആധികാരികമായി എന്തിനാണ് അറിയിക്കുന്നത്? ഒരു പിന്നെ ശാന്തതയാണ് അറിയിക്കുന്നത്.
ശാന്തതയാണ് അറിയിക്കുന്നത്. കണ്ണിന് കുളിർമ ഇല്ലെങ്കിൽ വിഭ്രാന്തിയാണ്. മനസ്സിലായില്ലേ? പ്രയാസാണ്. ഒരു തരം എന്താണ് പൊരിച്ചിലാണ് അല്ലേ? കുളിർമ അറിയിക്കുന്നത് എന്ത് തന്നെയാണ്? ശാന്തതയാണ്, ഒതുക്കത്തെയാണ്. അതാണ് അതിൻ്റെ പിന്നെ ഇങ്ങനെ അർത്ഥം പറയുന്നതിൻ്റെ പ്രത്യേകത. മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായ? അത് കാഫ് കുറത്തുൽ ഖദം, അത് ഇതറേ അത് ഖുറത്തുൻ, ഖുറ കാഫ് ഖുറത്തുൻ തുരിഹത് ബിസവാലജത്തിൻ ഫതലഖഫഹ റജുലു ഖുറത്തുൻ തുരിഹത്. എല്ലാ ഖുറത്തിനും പറയും ഖുറത്തുൻ തുരിഹത്ത് കാഫ്. ഇത് ഖാഫ്. ഏതായാലും നമ്മളിത് പറഞ്ഞെന്താണ്? വഖർന എന്ന് പറഞ്ഞാൽ എന്താണ്? വഖർന എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്ത്രീകൾ ഒതുങ്ങിക്കൂടുക, അല്ലെങ്കിൽ വക്കിർന, രണ്ടും ഒരേ അർത്ഥത്തിൽ തന്നെ. എവിടെയാണ് ഒതുങ്ങിക്കൂടേണ്ടത്? ഫി ബുയൂത്തികുന്ന, നിങ്ങളുടെ ബൈത്തുകൾ. എന്താ ആ നിങ്ങളുടെ ബൈത്തുകൾ? ആ ബൈത്തുകൾ എന്താണ് പറയും? ഹുജറാത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ ഹുജറാത്തു അസ്വാജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ അൽ ഹുജുറാത്ത്, അതാണ് ഇവിടെ ഉദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർക്ക് 9 ഹുജറകൾ ഉണ്ടായിരുന്നു. 9 ഹുജറകൾ ഉണ്ടായിരുന്നു. എവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞത്? സൂറത്തുൽ ഹുജറാത്തിൽ. എവിടെ? ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാത്തി, ഹുജറാത്തിൻ്റെ പിന്നിൽ നിന്ന് നിങ്ങളെ വിളിക്കുന്നവർ. ഹുജുറാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ ഹുജറകളാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. ഓരോ ഭാര്യമാർക്കും ഓരോ ഹുജറകൾ ഉണ്ടായിരുന്നു. ശരിക്കും ഹുജറ എന്ന് പറഞ്ഞെങ്കിൽ എന്താ? പിന്നെ മറച്ച് കെട്ടി ഭദ്രമാക്കിയ ഒരു സ്ഥലത്തിനാണ് പറയുക. മറച്ച് കെട്ടി ഉള്ള സ്ഥലത്തിനാണ് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ ഹുജറകളെല്ലാം എന്ത് ചെയ്തിരുന്നു? പിന്നെ ഈത്തപ്പന പട്ട കൊണ്ട് മറച്ചിരുന്നു. ഈത്തപ്പന കൊണ്ട് അതിൻ്റെ മുറ്റം ഉണ്ടല്ലോ, മുറ്റം ഈത്തപ്പന പട്ട വെച്ചിട്ട് മറച്ചിരുന്നു. ഒരാൾക്ക് ഇങ്ങനെ തല ഇടാൻ, ഒരാൾ നിന്നിട്ട് ഇങ്ങനെ തല ഇട്ടാൽ തല മാത്രം, ഉടൽ പിന്നെ ഈ മറയോടൊപ്പം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യും? മസ്ജിദിൽ നിന്നിട്ട് എന്ത് ചെയ്യും? ഇഅ്തികാഫിൻ്റെ ഒക്കെ സമയത്ത് ഹുജറയിലേക്ക് തലയിടുന്നതാണ്. ഹുജറയിലേക്ക് തലയിടും. തലയിട്ടുണ്ടെങ്കിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് മുടി ശരിയായി കൊടുക്കുന്നതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഹുജറിൻ്റെ ഉയരം എത്രയായിരുന്നു? ഒരാളുടെ ഉയരത്തിൽ പട്ട കൊണ്ട് അതിൻ്റെ മുറ്റം, പിന്നെ രോമത്തിൻ്റെ ഒരു വിരി അതിനെ പൊതിഞ്ഞിരുന്നു എന്നാണ്. ഈത്തപ്പന പട്ട വെച്ചിട്ട് പിന്നെ രോമത്തിൻ്റെ ഒരു വിരി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ് ആ മുറ്റം, അതാണ് ഹുജറ. ശരിക്ക് ഹുജറയിൽ നിസ്കരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മുറ്റത്തിൽ നിസ്കരിച്ചു എന്നാണ്. ഞാൻ പറഞ്ഞില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന് 4 ഘടകമാണ്. ഒന്ന് ഹുജറ, പിന്നെ ഒന്ന് ബെയ്ത്ത്, പിന്നൊന്ന് സഹ്വ, പിന്നൊന്ന് മഷ്റൂബ. ഇത് 4 കൂടിയതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ വീട്. ഹസനുൽ ബസരി പറയുന്നു, ഉസ്മാൻ റളിയല്ലാഹു തആലയുടെ കാലത്ത് ഞാൻ റസൂലുള്ളാഹിൻ്റെ ഭാര്യമാരുടെ ഹുജറയിലേക്ക് പോയിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ കൈ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേൽക്കൂര എനിക്ക് കൈ കൊണ്ട് പിടിക്കാമായിരുന്നു. അപ്പോൾ ഒരാൾ കയറി കൈ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ മേൽക്കൂര പിടിക്കാൻ പറ്റിയ ഉയരത്തിലായിരുന്നു ഈ ഹുജറകൾ. അലാ കുല്ലിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഖർന ഫി ബുയൂത്തികുന്ന, നിങ്ങളുടെ ബൈത്തുകളിൽ നിങ്ങൾ ഒതുങ്ങിക്കൂടുക, കഴിഞ്ഞുകൂടുക എന്നുള്ളതാണ്. അവിടെ ഈ ബൈത്ത് ആര് നിർമ്മിച്ച ബൈത്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർമ്മിച്ച ബൈത്താണ്. അപ്പോൾ ആരുടെ ബൈത്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബൈത്താണ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ആരിലേക്ക് ചേർത്താണ്? ബുയൂത്തികുൻ, നിങ്ങൾ സ്ത്രീകൾ, നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ റളിയല്ലാഹു അൻഹുൻ. വീടുകളെ കുറിച്ച് പറയുമ്പോഴൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ തലാഖിൻ്റെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ എന്താ? ലാ തുഖ്രിജൂഹുന്ന മിൻ ബുയൂത്തിഹിൻ. തലാഖെല്ലാം പെട്ട പെണ്ണാണ്. യാ അയ്യുഹൻ നബിയ്യു ഇദാ തല്ലഖ്തുമുൻ നിസാഅ ഫതല്ലിഖൂഹുന്ന ലിഇദ്ദതിഹിൻ. എന്ന് അല്ലാഹ് പറയല്ലേ, തലാഖെല്ലാം ഞാൻ പറയാണ്. എന്നിട്ട് തലാഖ് ചെല്ലിയ പെണ്ണാണ്, തലാഖ് ചെല്ലപ്പെട്ട പെണ്ണാണ്. അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്
ലാ തുഖ്രിജൂഹുന്ന മിൻ ബുയൂത്തിഹിൻ, അവരുടെ ബൈത്തുകളിൽ നിന്ന് നിങ്ങൾ അവരെ പുറത്താക്കരുത്. തലാക്ക് ചെല്ലപ്പെട്ട സ്ത്രീകളെ നിങ്ങൾ പുറത്താക്കരുത് എന്ന് പറയുന്നത് ഇവിടുന്ന് മിൻ ബുയൂത്തിഹിന്ന, അവരുടെ ബൈത്തുകളിൽ നിന്ന്. അവരുടെ ബൈത്താ ഭർത്താവിൻ്റെ ബൈത്താ? ഭർത്താവിൻ്റെ ബൈത്താണ്, അവിടെയാണ് തലാക്ക് ചെല്ലപ്പെട്ടത്. പക്ഷേ മിൻ ബുയൂത്തിഹിന്ന എന്നാണ് പറഞ്ഞത്, അവരുടെ ബൈത്തിൽ നിന്ന് എന്നാണ് പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതായത് ഒരു സ്ത്രീക്ക്, ഒരു പെണ്ണിന് എത്രമാത്രം പിന്നെ സ്ഥാനമുണ്ട് ഭർത്താവിൻ്റെ വീട്ടിൽ എന്നുള്ളതിൻ്റെ അതാണ് അതിൻ്റെ പ്രത്യേകത. ഇത് വിശുദ്ധ ഖുർആനിൽ ഇപ്പോൾ നമ്മൾ സൂറത്ത് യൂസുഫ് എടുത്തപ്പോൾ ഇതേപോലെ പ്രയോഗം പറഞ്ഞില്ലേ? എന്താ എവിടെ പറഞ്ഞത്? സൂറത്ത് യൂസുഫ്, വറാവദതുഹുല്ലതി ഹുവ ഫി ബൈതിഹ അൻ നഫ്സിഹി വറാവദതുഹു, യൂസുഫിനെ വശീകരിക്കാൻ ശ്രമിച്ചു അല്ലേ? യൂസുഫിനെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് യൂസുഫിന് മനസ്സില്ല, പക്ഷേ ഈ പെണ്ണ് ശ്രമിച്ചു എന്നാണ്. വറാവദതുഹുല്ലതി ഹുവ ഫി ബൈതിഹ, അവളുടെ ബൈത്തിൽ നിന്ന്. അവളുടെ ബൈത്ത ആരുടെ ബൈത്ത? അസീസിൻ്റെ ബൈത്ത. അസീസിൻ്റെ ബൈത്താണ്. അവിടെയാണ് ഈ സലീഹ അല്ലെങ്കിൽ സുലൈഖ എന്ന രാജ്ഞി ഉള്ളത്, പെണ്ണുള്ളത്. അവൾ വശീകരിക്കാൻ ശ്രമിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ അല്ലത്തി ഹുവ ഫി ബൈതിഹ എന്നാണ്. ഏതൊരുവളുടെ ബൈത്തിലാണോ യൂസുഫ് ഉള്ളത്, റഹ്മക്കല്ലാ, ഏതൊരുവളുടെ ബൈത്തിലാണോ യൂസുഫ് ഉള്ളത്, അയാളെ അവൾ എന്ത് ചെയ്തു? അദ്ദേഹത്തെ വശീകരിക്കാൻ ശ്രമിച്ചു, യൂസുഫിനെ വശീകരിക്കാൻ ശ്രമിച്ചാണ്. അവിടെ നോക്കി നിങ്ങൾ, ബൈത്തിഹ ശരിക്ക് ആരുടെ ബൈത്താണ്? ബൈത്തി ആണിൻ്റെ ബൈത്താണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർമ്മിച്ചു കൊടുത്ത ബൈത്തുകളാണ്. പക്ഷേ ബുയൂത്തി ഹുന്ന എന്ന് പറഞ്ഞു, തലാഖിൻ്റെ ആയത്തിൽ ബുയൂത്തു ഹുന്ന എന്ന് പറഞ്ഞു അല്ലേ? ഇപ്പോൾ യൂസുഫിൻ്റെ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഖിസ്സയിൽ ബൈത്തിഹ എന്ന് പറഞ്ഞു. അതൊക്കെ അറിയിക്കുന്നത് ഒരു സ്ത്രീക്ക് അവൾ പിന്നെ ആ വീട്ടിലേക്ക് കടന്നു വന്ന ഒരാളുടെ ഭാര്യയായി സഹധർമ്മിണിയായി കടന്നു വന്നവളാണ്. പക്ഷേ അവർക്ക് ആ വീട്ടിൽ എത്ര അധികാരം, എത്ര സ്ഥാനം, ഇതറിയിക്കാനാണ് ഈ പ്രയോഗം. പിന്നെ ഈ കരിവേപ്പില പോലെ എന്ന് പറയില്ലേ, അങ്ങനെയല്ല ഒരു സ്ത്രീക്ക് ഭർത്താവിൻ്റെ വീട്ടിലെ സ്ഥാനം. അവർക്ക് തലാക്ക് ചെല്ലപ്പെട്ടിട്ടും ബുയൂത്തിഹിന്ന എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അലാ കുല്ലിൻ, നമുക്ക് ചായത്തിന് ശേഷം പറയാം ഇതിൻ്റെ ബാക്കി. വഖർന ഫി ബുയൂത്തി കുന്ന. ബുറൂജ്, ഈ നക്ഷത്രങ്ങൾക്ക്, ആകാശഗോളങ്ങൾക്ക്, നക്ഷത്രങ്ങൾക്ക് ബുറൂജ് എന്ന് പറയും. അതേപോലെ തന്നെ കോട്ടകൾക്ക് ബുറൂജ് എന്ന് പറയും. അതെന്തുകൊണ്ട്? അത് ദൃശ്യമായതുകൊണ്ട്. മറ്റു എടുപ്പുകൾക്കിടയിൽ കോട്ടകൾ പ്രത്യേകം കണ്ണിൽ കാണും അല്ലേ? ആകാശഗോളങ്ങൾ, നക്ഷത്രങ്ങൾ പെട്ടെന്ന് ദൃശ്യമാകും. അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഈ തബറുജ് എന്താ അർത്ഥമാക്കുന്നു എന്നുള്ളതാണ്. ബറജ് എന്ന് പറയും. ബറജ് എന്ന് പറഞ്ഞാൽ വിശാലതയെ അതേപോലെ അറിയിക്കും. ബുർജൊക്കെ ഒന്നാണ്. ബുർജ് ഇല്ലല്ലോ, ബുർജു മക്ക ഒക്കെ ഇതിൽ നിന്ന് വന്നാണ്. ഇവിടെ ഉദ്ദേശം അതാണ്, ആളുകളുടെ ദൃശ്യയിൽ പെടുന്ന രീതിയിൽ പിന്നെ പുറപ്പാടുണ്ടല്ലോ, അതാണ് വലാ തബറുജിന. അതൊരു കൃത്രിമത്വത്തെ അറിയിക്കുന്നുണ്ട്, സ്വാഭാവികതയല്ല. പിന്നെ ഈ ക്രിയനെ അറിയിക്കേണ്ട ഒരു കൃത്രിമത്വം. ജനദൃഷ്ടിയിൽ, പരപുരുഷന്മാരുടെ ദൃഷ്ടിയിൽ തെളിയും വിധമുള്ള പുറപ്പാട്. സ്വാഭാവികമായിട്ടുള്ള തെളിച്ചല്ല, പിന്നെ കാണാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാട്. വലാ തബറജ്ന എന്നാണ്. നിങ്ങൾ പുറപ്പെടരുത്. നിങ്ങൾ പുറപ്പെടരുത് എന്ന് പറയുമ്പോൾ ആ ക്രിയൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കണം. ഉണ്ടല്ലോ, അന്യർ കാണുവാൻ വേണ്ടി അല്ലെങ്കിൽ അന്യർക്ക് തങ്ങൾ പ്രദർശിപ്പിക്കപ്പെടുന്നതിന് വേണ്ടിയുള്ളതായ പുറപ്പാട്, അതാണ് ഉദ്ദേശം. വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ ജാഹിലിയ്യത്തുൽ ഊലയിലെ തബറുജ് നിങ്ങൾ നിർവഹിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് അൽ ജാഹിലിയൽ ഊല? അൽ ജാഹിലിയത്ത് എന്ന് പറഞ്ഞെങ്കിൽ അതിന് ഉദ്ദേശം അൽ ജാഹിലിയത്ത് ഉണ്ടല്ലോ. ജാഹിലിയത്ത് എന്ന് പറഞ്ഞാൽ മാ ഫത്ര
അൽ ഫത്രത്ത് മാ ഖബ്ലൽ ഇസ്ലാം, ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടം, നബ്സലാസ്ലം തങ്ങൾ ഇവിടെ നിയുക്തമാകുന്നതിന് മുമ്പുള്ള ഫത്ര, അതാണ് ജാഹിലിയത്ത് എന്ന് പറയാം. ചിലത് പറഞ്ഞില്ല ജാഹിലിയത്ത് പറഞ്ഞെങ്കിൽ ഇപ്പൊ ചില ആളുകൾ ഇസ്ലാമിലേക്ക് വന്നിട്ടും നബ്സലാസ്ലം തങ്ങൾ വന്നു, എന്നിട്ട് ചില ആളുകൾ എന്ത് ചെയ്യാണ്, പിന്നെ അവരുടെ ജാഹിലിയത്തുണ്ട്. അവർ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അവരടുത്ത് കുറേ ജാഹിലിയത്തുണ്ട്. അപ്പോൾ നബ്സലാസ്ലം തങ്ങളുടെ മുമ്പ് എന്നുള്ളതല്ല, പിന്നെ ഇസ്ലാമിൻ ഓരോരുത്തർ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പുള്ള ഹാല് അങ്ങനെ പറഞ്ഞു. അതുകൊണ്ടാണ് അബൂദറിനോട് പറഞ്ഞത് ഇന്നക്കംബ്രു ഫീക ജാഹിലിയ, നിന്നിൽ ജാഹിലിയത്തുണ്ട് എന്ന് പറഞ്ഞത്. ഏതായാലും മൊത്തത്തിൽ നമുക്ക് എന്ത് പറയാം, ഉദ്ദേശം എന്താണ്, നബ്സലാസ്ലം തങ്ങളുടെ നിയോഗം നടക്കുന്നതിന് മുമ്പുള്ള കാലം, അതാണ് ജാഹിലിയ. ജാഹിലിയത്ത് എന്നുള്ള പേര് ഏതിലേക്ക് ചേർത്താണ്, ജഹലിലേക്ക് ചേർത്താണ് അല്ലേ? എന്താ ജഹല്? ജഹല് ഒന്ന് അതാണ്, ഇൽമില്ലാത്ത അവസ്ഥയാണ്, അറിവില്ലാത്ത അവസ്ഥ അല്ലേ? ഇൽമില്ലാത്ത അവസ്ഥ അല്ലേ? ഇവിടെ അത് മാത്രല്ല, ജഹല് ഹിൽമില്ലാത്ത അവസ്ഥക്കും പറയും. എന്താ ഹിൽമ്? വിവേകം, വിവേകമില്ലാത്ത അവസ്ഥ. നമ്മൾ സൂറത്ത് യൂസുഫ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ജാഹിലിങ്ങൾ പെടുന്നതിൽ നിന്ന് അഭയം തേടുന്നു പറഞ്ഞേ, രക്ഷ തേടുന്നു പറഞ്ഞേ. ഇൽമില്ലാത്ത അവസ്ഥക്ക് ജഹിൽ എന്ന് പറയും, ഹിൽമില്ലാത്ത അവസ്ഥക്കും ജഹിൽ എന്ന് പറയും. ഇൽമ അറിവാണ്, വിവരമാണ്. ഹിൽമ് പിന്നെ വിവേകാണ്, അവധാനതയും സാവകാശമാണ്. അതില്ലാത്ത അവസ്ഥക്കും ജഹൽ എന്ന് പറയും. ഇത് രണ്ടും ഉണ്ടല്ലോ. ഇൽമ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഇൽമും അല്ല, ഇൽമില്ലാത്തവരുണ്ടായിരുന്നില്ല ജാഹിലിയത്തിൽ, ഇൽമുള്ളവരുണ്ടായിരുന്നു ജാഹിലിയത്തിൽ. അക്കാലങ്ങളിലെ കവിതകൾ അറിയിക്കുന്നത് എന്താണ്, പിന്നെ വലിയ വലിയ കവികൾ ജീവിച്ച നാളാണിത്, ഇസ്ലാമിന് മുമ്പുള്ള കാലഘട്ടത്തിൽ. അതേപോലെ തന്നെ പദ്യസാഹിത്യത്തിൽ എന്ന പോലെ ഗദ്യസാഹിത്യത്തിൽ പ്രഗത്ഭമതികൾ ഉണ്ടായിരുന്നു ജാഹിലിയത്തിൽ. പക്ഷേ ആ ഇൽമൊക്കെ ഉണ്ടായിട്ടും അവരെന്ത് ചെയ്തിരുന്നു, സ്വന്തം പെൺമക്കളെ കൊന്നിരുന്നു അല്ലേ? അതേപോലെ തന്നെ അന്ധവിശ്വാസാനാചാരങ്ങൾ പലതും അവർ പേറിയിരുന്നു. ഉപകാരപ്രദമായ ഇൽമുണ്ടായിരുന്നില്ല. പിന്നെ ഹിൽമ്, അത് പലപ്പോഴും ഇതൊക്കെ ഉണ്ടായിരുന്ന ഗദ്യത്തിലും പദ്യത്തിലും ഒക്കെ മികച്ചിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഹിൽമിൻ്റെ വിഷയത്തിൽ പലപ്പോഴും ശൂന്യരായിരുന്നു എന്ന് പറയാം. ശൂന്യരായിരുന്നു. അവിവേകം അത് നന്നായി അവരെ ഭരിച്ചിരുന്നു, വികാരജീവികളായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആണ്ടുകൾ നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾ, കൊലകൾ, ഇതൊക്കെ നമ്മൾ വായിക്കുന്നത്. ഞാൻ ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ അറബികളുടെ ഒരു പിന്നെ അവിവേകത്തിൻ്റെ ചില ഉദാഹരണങ്ങൾ. ഈ അംർ ബിൻ ഹിന്ദ് എന്ന് പറയുന്ന രാജാവ് ഭരിച്ചിരുന്ന കാലത്ത്, അംർ ബിൻ ഹിന്ദ് രാജാവാണ്. അംർ ബിൻ ഹിന്ദ് ഒരിക്കൽ രാജാവ് ആളുകളോട് ചോദിക്കുകയാണ്, ആളുകൾ കൂടെ നടക്കുമ്പോൾ ചോദിക്കുകയാണ്, എൻ്റെ ഉമ്മ ലൈല, ആ ലൈലക്ക് ഹിദ്മത്ത് ചെയ്യാൻ വിസമ്മതിക്കുന്ന ഏതെങ്കിലും സ്ത്രീകൾ ഈ നാട്ടിലുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ആ ചോദ്യം തന്നെ ഒരു എന്ത് ചോദ്യ, ഹിൽമില്ലാത്ത ചോദ്യ, വെറുതെ വടിയെടുത്ത് അടിയാങ്ങാന്നാണ് എന്ത് ചോദ്യമാണ്. എൻ്റെ ഉമ്മ ലൈലക്ക് ഹിദ്മത്ത് ചെയ്യാൻ വിസമ്മതിക്കുന്ന ഏതെങ്കിലും സ്ത്രീകൾ ഇവിടെ ഉണ്ടാകുമെന്ന് ചോദിക്കുകയാണ്. രാജാവിൻ്റെ ഭാര്യയല്ലേ, ആരെങ്കിലും വിസമ്മതിക്കുമോ? സർവാംഗീകൃതം വന്ന പോലെയാണത്. രാജാവിൻ്റെ ഭാര്യ, രാജാവിൻ്റെ ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഹിദ്മത്ത് ചെയ്യാനും സമ്മതിക്കും. പക്ഷെ ആളുകൾ പറയാണ്, അങ്ങനെ ഹിദ്മത്ത് ചെയ്യാൻ വിസമ്മതിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്ന് അറിയില്ല. പക്ഷേ അംർ ബിൻ കുൽസൂമിൻ്റെ ഉമ്മ, അത് വേറൊരു അംറാണ്. അംർ ബിൻ കുൽസൂം തഗ്ലബി പ്രസിദ്ധനായ ജാഹിലി കവിയാണ്. വിശ്വാസമതങ്ങൾ വരുന്നതിന് മുമ്പ് ജീവിച്ച പ്രസിദ്ധ കവിയാണ് അംർ ബിൻ കുൽസൂം. അംർ ബിൻ കുൽസൂം അദ്ദേഹത്തിൻ്റെ ഉമ്മ ചിലപ്പോൾ നിങ്ങളെന്നാക്ക് ഹിദ്മത്ത് ചെയ്തോളണമെന്നില്ല എന്ന് പറയുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ട്? രാജാവിന് അത്ഭുതം, എൻ്റെ പ്രജകളിൽ ഒരാളുടെ
ഒരാൾ എൻ്റെ ഉമ്മക്ക് സേവനം ചെയ്യാൻ വിസമ്മതിക്കുന്നവളോ ചോദിക്കുകയാണ്. അപ്പം പറയാണ് അംറുബിന് കുൽസൂമിൻ്റെ ഉമ്മ, ഒന്നുകിൽ അവളുടെ പേര് ലൈല അല്ലെങ്കിൽ അസ്മ. ഇതിൻ്റെ ഉമ്മൻ്റെ പേരും ലൈലയാണ്, മറ്റേതും ലൈലയാണ് അല്ലെങ്കിൽ അസ്മ. അപ്പം അതെന്തുകൊണ്ട് ചോദിക്കണം? പറയാണ് എന്തുകൊണ്ട് അവൾ ചെയ്യൂല, ഖിദ്മത്ത് ചെയ്യൂല? പറയാണ് അത് അംറുബിന് കുൽസൂമിൻ്റെ ഉമ്മ ലൈല അല്ലെങ്കിൽ അസ്മ, അവളുടെ വാപ്പ മുഹൽഹിലാണ്, അവളുടെ വാപ്പാൻ്റെ സഹോദരൻ കുലൈബാണ്, അവളുടെ ഭർത്താവ് കുൽസൂമാണ്, അവളുടെ മകനെ അമ്രാണ്, കവി അമ്രാണ്. അവളുടെ വാപ്പ മുഹൽഹിൽ, പിന്നെ ഹർബുൽ ബസൂസിൽ ജേതാവും യോദ്ധാവുമാണ്. അവളുടെ അമ്മ കുലൈബ് ഹർബുൽ ബസൂസിൽ ജേതാവാണ്. അവരുടെ വാപ്പ അറബികളുടെ നേതാവാണ്. പിന്നെ അവളുടെ ഭർത്താവ് കുൽസൂം അറബികളിൽ ഏറ്റവും പ്രതാപവാനാണ്. അവളുടെ മകൻ അംറുബിന് കുൽസൂം, മകൻ അംറുബിന് കുൽസൂം അറിയപ്പെട്ട കവിയും അറബികൾക്ക് സ്വീകാര്യനുമാണ്. അതുകൊണ്ട് തന്നെ ആ അസ്മ നിങ്ങളമ്മക്ക് ഖിദ്മത്ത് ചെയ്തോളന്നില്ല എന്ന് പറയാണ്. അപ്പോൾ രാജാവ് പരീക്ഷിക്കാൻ ഉദ്ദേശിക്കുകയാണ് ഖിദ്മത്ത് ചെയ്യില്ലേ നോക്കാൻ. അങ്ങനെ രാജാവ് എന്ത് ചെയ്യാണ്, ഇവർക്കൊരു സൽക്കാരം വെച്ച് വീട്ടിൽ ക്ഷണിച്ചിട്ട് അംറുബിന് കുൽസൂമിനെയും വിളിച്ച് ഉമ്മനെയൊക്കെ വിളിച്ച്, അംറുബിന് കുൽസൂമിനെ വിളിച്ചത്, മകനെ കവിനെ വിളിച്ചത്, വരുമ്പോൾ ഉമ്മനെയും കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ സഭയുടെ രാജാക്കന്മാർ സൽക്കാരം വെക്കുമ്പോൾ അതിനൊരു വേദിയൊക്കെ ഒരുക്കി ഒക്കെ സജ്ജീകരിച്ച്. ഉമ്മനോട് ആദ്യം തന്നെ രാജാവ് പറഞ്ഞു വെച്ച്, രാജാവ് പറഞ്ഞത് ഇങ്ങനെ സൽക്കാരത്തിന് എല്ലാവരും വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും സമ്മാനങ്ങളെ കൊണ്ടുപോകില്ലേ, സമ്മാനങ്ങളെ കയറ്റിയാണ് സൽക്കാരത്തിന് വരിക. വരുമ്പോൾ എന്ത് ചെയ്യണം, ഈ അംറുബിന് കുൽസൂമിൻ്റെ ഉമ്മനോട് എന്തെങ്കിലും ഒരു ഖിദ്മത്ത് ആവശ്യപ്പെടണം, എന്തെങ്കിലും ഒരു പണി പറയണം, നിങ്ങൾ അവൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കാൻ വേണ്ടിയിട്ട് എന്നാണ് പറഞ്ഞത്. അങ്ങനെ ആണുങ്ങളൊരു ഭാഗത്ത് പെണ്ണുങ്ങളൊരു ഭാഗത്താണ്, രണ്ടു കൂട്ടരും കാണുന്നില്ല, അപ്പുറം. രാജാവും വന്ന്, ആളുകളൊക്കെ വന്ന്, അംറുബിൻ കുൽസൂം വന്ന്, അംറുബിൻ കുൽസൂമിൻ്റെ ഉമ്മ അസ്മ അല്ലെങ്കിൽ ലൈല വന്ന്, അവരപ്പുറത്ത്. അങ്ങനെ എല്ലാവരും ഇരുന്ന് സൽക്കാരം അതിൻ്റെ ആ മൂർധന്യത സമയത്തെത്തിയപ്പോൾ രാജാവ് അംറുബിൻ ഹിന്ദിൻ്റെ ഉമ്മ ലൈല മറ്റേ ലൈലയോട് അല്ലെങ്കിൽ അസ്മയോട് പറഞ്ഞ്, നാവലി നീ തബക്ക, അവരൊരു തബക്ക കൊണ്ടുവന്നീനി, സമ്മാനം കൊണ്ടുവന്നീനി, ഒരു പാത്രം ഒരു സമ്മാനം. നാവലി നീ തബക്ക തരുമെന്ന് പറയാണ്. നാവലി തബക്ക എടുത്തു തരാൻ പറയാണ്. സമ്മാനം കൊണ്ട് അവിടെ വെച്ചിട്ടുണ്ട് അവർ, അതുകൊണ്ട് എടുത്തു തരുമെന്ന് പറയാണ്. അപ്പോൾ അംറുബിൻ കുൽസൂം എൻ്റെ ഉമ്മ പറയാണ്, അസ്മ അല്ലെങ്കിൽ ലൈല പറയാണ്, ഫൽതഖും സാഹിബുൽ ഹാജ ഇല ഹാജത്തിഹ, നിനക്കല്ല ആവശ്യം എഴുന്നേറ്റ് എടുത്തോന്നാണ്. അതൊന്നും എടുത്തരുമെന്ന് പറഞ്ഞതാണ്. ഫൽതഖും സാഹിബത്തുൽ ഹാജത്തി ഇല ഹാജത്തിഹ, ആവശ്യമുള്ളവൾ അവൾ ആവശ്യം എഴുന്നേറ്റ് എടുത്തോ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ രണ്ടാമതും പറഞ്ഞു എന്നാണ്, നവലി നിത്തബക്ക, ആ പാത്രം എടുത്തു തരുമോ. അപ്പോൾ അവരവിടെ ഇരുന്നിട്ട് വാതുല്ല എന്ന് ആർത്തു എന്നാണ്. ഇതെന്തൊരു മാനക്കേടാണ്, യാല തഗ്ലബ് ഗോത്രമേ വാതുല്ല, ഇതെന്തൊരു അപമാനമാണ് എന്ന് രാജാവിൻ്റെ ഉമ്മൻ്റെ മുന്നിൽ നിന്ന് അസ്മ ആർത്ത് വിളിച്ചു എന്നാണ്. അതുണ്ട് കേൾക്കലും, ഉമ്മ ആർക്കുന്നത് കേൾക്കലും. അപ്പുറത്ത് അംറുബിൻ കുൽസൂം ആ ഭാഗത്തല്ലേ കവി, അയാൾക്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ രാജാവിൻ്റെ അടുക്കലേക്ക് അന്നത്തെ കാലത്ത് വരുമ്പോൾ ആരും വാളയിട്ട് വരാൻ പാടില്ല, ഒക്കെ വാളയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ വാളൊക്കെ അവിടെ പുറത്ത് വെച്ചിട്ടാണ് വരേണ്ടത്. രാജാവിൻ്റെ ഒരു വാള ഉണ്ടാവുകയുള്ളൂ, അതിനെ തലക്കും പുറത്ത് തൂക്കിയിട്ടായിരിക്കും, അന്നത്തെ പതിവ് അതാണ്. മനസ്സിലായില്ലേ. ഇത് യാല തഹല വാതുല്ല എന്നുമ്മ പറയുന്നത് കേട്ടതോടുകൂടി അംറുബിൻ കുൽസൂമിന് ചാടിയിട്ട് ആ വാളുണ്ട് എടുത്തിട്ട് ഒരൊറ്റ വെട്ടാ രാജാവിന് കഷ്ണം ഉണ്ടാക്കി കണ്ടിട്ട്, വാളെടുത്തിട്ട് രാജാവിൻ്റെ വാൾ അവിടെ നിന്ന് എടുത്തിട്ട് വെട്ടി കഷ്ണം ഉണ്ടാക്കി കൊന്നു, രാജാവിനെ കൊന്നു. എന്നിട്ട് അവിടെ നിന്നാണ് തുടങ്ങിയത് അംറുബിൻ കുൽസൂം, അദ്ദേഹം കവിയല്ലേ. അബാ ഹിന്ദിം ഫലാ തഅജൽ അലൈന ബിഅന്നാ നഹ്നു നുഖ്ബിറുകൽ യഖീന. അബാഹിന്ദ് പറഞ്ഞാൽ അംറുബിൻ ഹിന്ദിനെ പറയുന്നത്, ഞങ്ങളോട് തിരക്ക് കൂട്ടണ്ട, ധൃതി കാണിക്കണ്ട, ഞങ്ങൾ വിവരം നിനക്ക് നന്നായി പറഞ്ഞു തരും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ബിഅയ്യി മശീഅത്തിൻ അംറുബിൻ ഹിന്ദിൻ തുത്തിയു ബിനൽ ഉശാത വതസ്ദരീന. അംറുബിൻ ഹിന്ദെ എന്ത് ഉദ്ദേശത്തിലാണ്
ഞങ്ങളുടെ വിഷയത്തിൽ ഈ അസൂയാലുക്കളെ അല്ലെങ്കിൽ പിന്നെ ഏഷണിക്കാരെ നിങ്ങളനുസരിക്കുന്നത് ഒത്തസ്ദരീന നിങ്ങൾ ഞങ്ങളെ മാനക്കേടിലാക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഇയാളുടെ കവിത കാണാം. കവിത കേട്ടാൽ ഉണ്ടല്ലോ പിന്നെ മരിച്ചോ ജീവൻ പോയോലെ എഴുന്നേറ്റിരിക്കുന്ന രീതിയിലുള്ള ആശയത്തിലാണ് പിന്നെ അംറുബിന് കുൽസൂമിൻ്റെ കവിത വന്നത്. ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ ജാഹിലിയത്ത് എന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ ജഹില് അളക്കണമെങ്കിൽ ഇങ്ങനത്തെ ചരിത്രത്തിൽ സാക്ഷിയാണ്. വിവരക്കേടും അതേപോലെ വിവേകമില്ലായ്മയും. ആ വിവേകമില്ലായ്മൻ്റെ ഒരു ഉദാഹരണമാണത്. ഇമ്മാതിരി ഒരു സൽക്കാരം ആ രാജാവ് ഒരുക്കിയതും ആ സൽക്കാരത്തിൽ പിന്നെ ഈ ഒരു വിഷയത്തിൽ കണ്ട പിന്നെ അവിടുന്ന് അങ്ങോട്ട് പ്രശ്നമാണ്. രാജാവിന് വാള് ചാടി എടുത്തിട്ട് ഒരൊറ്റ വെട്ടിന് കഷ്ണം ഉണ്ടാക്കിയെന്നാണ് രാജാവിനെയും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകും പിന്നീട് അവിടുന്ന് അങ്ങോട്ട് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ളതായ വിഷയങ്ങൾ പ്രശ്നങ്ങളൊക്കെ. അപ്പം അതാണ് ജാഹിലിയത്ത്. ഏതാ തൈ അസ്തഗ്ഫിറുള്ള ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് അതാണ് ഈ ജാഹിലിയത്ത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ഉദയം ചെയ്യുന്നതിന് മുമ്പുള്ള ആ കാലഘട്ടം ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ ജാഹിലിയത്ത് എന്നല്ല പറഞ്ഞത്, പിന്നെ അൽ ജാഹിലിയത്തുൽ ഊല എന്നാണ് പറഞ്ഞത്. അപ്പം അത് എന്താ ഉദ്ദേശം? വേറൊരു ജാഹിലിയത്താണ്. അൽ ഊല എന്ന് പറഞ്ഞെങ്കിൽ കാലം ഉണ്ടല്ലോ, ഒന്നാം ജാഹിലിയ കാലം അങ്ങനെ അർത്ഥം പറയാം. അല്ലെങ്കിൽ അൽ ഊല എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ നമ്മളുണ്ടല്ലോ ഗ്രേഡ്, ടോപ്പ് ജാഹിലിയത്ത്, പിന്നെ മിഡിൽ, അങ്ങനെ ഉണ്ടല്ലോ ജാഹിലിയത്തിൻ്റെ ഗ്രേഡ്. അപ്പോൾ അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറയുന്നത് ഇവിടെ അൽ ജാഹിലിയത്തുൽ ഊല എന്ന് പറഞ്ഞാൽ സമനൻ ഔ മർത്തബത്തൻ, കാലം പരിഗണിച്ചാണോ, ഒന്നാം ജാഹിലിയത്ത് എന്ന ഉദ്ദേശത്തിലാണോ, അതല്ല ഏറ്റവും ടോപ്പ് ജാഹിലിയത്ത്, വിവരക്കേടിൻ്റെ അങ്ങേയറ്റം, വിവരക്കേടിൻ്റെ അല്ലെങ്കിൽ അവിവേകത്തിൻ്റെ അങ്ങേയറ്റം എന്ന അർത്ഥത്തിലാണോ? രണ്ടും പറയാം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം ഉണ്ടല്ലോ, അവിടെ നിന്ന് അങ്ങോട്ട് പോണീനനുസരിച്ച് ജാഹിലിയത്ത് എന്താണ് കൂടുതലാണ്, ജഹിൽ കൂടുതലാണ്. പിന്നെ ജഹിലിൻ്റെ അവസ്ഥയോ ദറജ അതും കഠിനമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അൽ ജാഹിലിയത്തുൽ ഊല എന്ന് പറഞ്ഞെങ്കിൽ കാലവും ഉദ്ദേശമാണ്, അതിൻ്റെ ഗൗരവവും ഉദ്ദേശമാണ്. ഏതായാലും തബറുജൽ ജാഹിലിയത്തിൽ ഊല നിങ്ങൾ നടത്തരുത് എന്നാണ്. ആ ജാഹിലിയത്തുലിൻ്റെ തബറുജ് എന്താണ്? അതിൽ കുറച്ച് ചരിത്രങ്ങൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. എന്തുവാണ് ഇവിടെ ഈ വിലക്കുന്നത്, പിന്നെ അതുമായി ബന്ധപ്പെട്ട മസാലകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടർന്ന് ബിഇദ്നില്ലാഹ്.